ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അഭിമാന മുഹൂർത്തമാണ് നമുക്കിന്ന്. PSLV C-62 വിക്ഷേപണം ഇന്നാണ്. ഭാരതത്തിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS N1 ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങളാണ് ഈ ദൗത്യം ഭ്രമണപഥത്തിൽ എത്തിക്കുക. ഒപ്പം ഇന്ന് 10:17 വിക്ഷേപണം നടക്കുക. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം ലോഞ്ച് പാഡിൽ നിന്നായിരിക്കും വിക്ഷേപണം. ഭൂമിയിൽ നിന്നും 600 മുതൽ 800 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലായിരിക്കും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ISROയുടെ പുതുവർഷത്തിലെ പുതിയ ദൗത്യമാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ദൗത്യമാണ്. എന്താണ് ISRO ലക്ഷ്യം വെക്കുന്നത് ഈ വിക്ഷേപണത്തിലൂടെ? അശ്വതി, ISRO ലക്ഷ്യം വയ്ക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ഓരോ മിഷനുകളിലും അല്ലെങ്കിൽ ഓരോ ദൗത്യത്തിലും ISRO ലക്ഷ്യം വയ്ക്കുന്നത് പുതിയതും വ്യത്യസ്തവുമായ കാര്യങ്ങളാണ്. അത്തരത്തിൽ വ്യത്യസ്തമായൊരു സംഭവം തന്നെയാണ് PSLV C-62 എന്ന് പറയുന്ന അല്ലെങ്കിൽ PSLV C-62 എന്ന് പറയുന്ന ഈ മിഷനുള്ളത്. ഈ മിഷൻ പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ടത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ നാവിഗേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്ന EOS സംവിധാനമാണ്. ആ EOS സംവിധാനത്തിൻ്റെ ഒരു EOS സംവിധാനത്തിൻ്റെ ഭാഗമായ സാറ്റലൈറ്റാണ് വിക്ഷേപിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സൈനികവും സൈനികേതരവുമായ ആവശ്യങ്ങൾക്ക് കൃത്യമായ ഡാറ്റ ലഭ്യമാകുന്നതിനുള്ളൊരു സംവിധാനമാണത്. അതിന് പിന്നാലെ ഒരു 15ഓളം മറ്റ് സാറ്റലൈറ്റുകൾ, അതായത് വിവിധ സ്ഥാപനങ്ങളുടെ, അതായത് ഒരു കമേഴ്ഷ്യൽ ലോഞ്ചിൻ്റെ സാധ്യതയുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും 15ഓളം ചെറു സാറ്റലൈറ്റുകളും ഈ വിക്ഷേപണത്തോടൊപ്പം നടക്കുന്നുണ്ട്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ സൺ സിൻക്രണസ് ഓർബിറ്റ് 600 മുതൽ 800 കിലോമീറ്റർ ഉയരത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ഉയരത്തിലുള്ള ആ പ്രദേശത്ത് കൃത്യമായും എത്തിക്കുക, അതായത് സൺ സിൻക്രണസ് ഓർബിറ്റിലേക്ക് ഇത്രയും ഉപഗ്രഹങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ ദൗത്യം ആരംഭിക്കുന്നത്, ഇന്ന് ഈ ദൗത്യത്തിൻ്റെ ലോഞ്ച് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അത് വിക്ഷേപിക്കുന്ന കൃത്യമായ സമയം 10:17. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്നും കൃത്യമായും 10:17 ലോഞ്ച് നടക്കുക. അതിൻ്റെ കൗണ്ട് ഡൗൺ 22 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കൗണ്ട് ഡൗൺ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. എല്ലാ റിവ്യൂകളും കൃത്യമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പരീക്ഷണത്തിലെ ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, പല സ്റ്റേജുകളിലായാണ് റോക്കറ്റ് സഞ്ചരിക്കുക. അതിൽ 4ാമത്തെ സ്റ്റേജിലുള്ള ഒരു ഘടകം, കിഡ് എന്ന് പറയുന്നൊരു ഘടകം, അതായത് നമുക്കതിൻ്റെ മുഴുവൻ രൂപം, അതായത് പൂർണ്ണ രൂപം കെസ്ട്രൽ ഇനീഷ്യൽ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്നാണ്. അതായത് വളരെ വേഗത്തിൽ ഭൂമിയിലേക്ക് സഞ്ചരിച്ച് ഇരകളെ പിടിക്കുന്ന പക്ഷികളെയാണ് അത്തരത്തിലുള്ള ഒരു പേര് കൊണ്ട് അത്തരത്തിലുള്ള പേരുകൾ, ആ പേര് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ അതിശക്തമായ വേഗതയിൽ ഭൂമിയിലേക്ക് തിരിച്ചു വരിക എന്നതാണ്. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള സാറ്റലൈറ്റിൻ്റെ ഘടകഭാഗങ്ങളെല്ലാം തന്നെ സ്പേസ് ഡെബ്രി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബഹിരാകാശത്ത് വലിയ തോതിൽ ഇത്തരത്തിലുള്ള ബഹിരാകാശ മാലിന്യങ്ങൾ നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള റോക്കറ്റിൻ്റെ ഘടകങ്ങൾ, ഉപയോഗശൂന്യമായ റോക്കറ്റിൻ്റെ ഘടകങ്ങളെല്ലാം തന്നെ ഭൂമിയെ വലിയ തോതിൽ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആഗോളതലത്തിൽ, ആഗോള സ്പേസ് ഡിപ്ലോമസിയുടെ ഭാഗമായി അല്ലെങ്കിൽ ആഗോള ബഹിരാകാശ നയതന്ത്രത്തിൻ്റെ ഭാഗമായി കൃത്യമായി നടപ്പാക്കുന്നുണ്ട്. ആ നടപ്പാക്കുന്നതിലേക്ക് ഏറ്റവും സുപ്രധാനമായൊരു ഗവേഷണമാണ് ഈ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ 4ാം സ്റ്റേജിലെ ഈ ഘടകം തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരികയും അത് ഭൂമിയിൽ കടലിൽ പതിക്കുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന വേളയിൽ ബഹിരാകാശത്ത് വെച്ചുണ്ടാകുന്ന ഇൻസിറ്റു സിറ്റുവേഷൻസിൻ്റെ ഡാറ്റ മുഴുവൻ അത് ഭൂമിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്കറിയാവുന്നതാണ് സാറ്റലൈറ്റ് റീ എൻട്രി സിസ്റ്റം എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ. നമുക്കറിയാം ഈ തുമ്പയിലെ മ്യൂസിയത്തിലൊക്കെ ഇരിക്കുന്ന ആദ്യത്തെ സാറ്റലൈറ്റ് റീ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമായ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന സാറ്റലൈറ്റ് ഘടകമുണ്ട്. അത് റിക്കവർ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് പാരച്യൂട്ടുകൾ കൃത്യമായി വിന്യസിച്ച് വളരെ പതുക്കെ കടലിൽ ഇറങ്ങുക, എന്നിട്ട് ഫ്ലോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഫ്ലോട്ടുകൾ വിടർത്തി അത് സമുദ്രോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയും പിന്നീട് മറ്റ് സംവിധാന നാവികരെ ഉപയോഗിച്ച് അത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു റിക്കവറി പ്രോസസ്സുണ്ട്. ഇക്കാര്യത്തിൽ ഈ കിഡ് അതൊരു റിക്കവറി പ്രോസസ്സിൽ അത് സ്പെയിനിൽ നിർമ്മിച്ച ഒരു സംവിധാനമാണ്. അത്തരത്തിലൊരു സംവിധാനത്തിൻ്റെ പരീക്ഷണം കൂടി നടക്കുന്നു എന്നതാണ് ഈ ലോഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 16ഓളം സാറ്റലൈറ്റുകളും കിഡ് എന്ന് പറയുന്ന ഈ സംവിധാനവും ഇന്ന് പരീക്ഷിക്കപ്പെടുകയാണ്. തീർച്ചയായും PSLV എന്ന് പറയുന്നത് വലിയ തോതിൽ, അതായത് പോളാർ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ വലിയ തോതിൽ കുറേ ദൂരത്തുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക, പോളാർ ഭ്രമണപഥങ്ങളിലേക്ക് എത്തിക്കുക. പോളാർ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൃത്യതയും അതിൻ്റെ സമഗ്രതയും എല്ലാം തന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 4 സ്റ്റേജുകളായി അതിശക്തമായ റോക്കറ്റുകളാണ് ഉപയോഗിക്കുക. ആ റോക്കറ്റുകൾ PSLV റോക്കറ്റ് നമുക്കറിയാവുന്നതാണ്. ഭാരതം തന്നെ ഈ PSLV റോക്കറ്റുകൾ ലഭ്യമാക്കുന്നതിന് അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നതിനെടുത്ത എഫർട്ടുകളെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നിർണായകവും കൂടിയാണ് PSLV C-62 എന്ന് പറഞ്ഞ ഇന്ന് 10:17 നടക്കാനിരിക്കുന്ന വിക്ഷേപണം.
അശ്വതി. തീർച്ചയായും ഐസൺ അഭിമാന മുഹൂർത്തമാണ്, ഒപ്പം നിർണായകവുമാണ് ഭാരതത്തിന്. കാരണം പുതിയ വർഷത്തിലെ ആദ്യ ദൗത്യമാണ്. ഒരുപാട് പുത്തൻ പ്രതീക്ഷകളുമായാണ് ISRO ഈ വിക്ഷേപണം നടത്തുന്നത്. ഭാരതത്തിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇത് നമുക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു വിക്ഷേപണം കൂടിയാണ്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്.